നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മളിന്നൊരു പുതിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇയാൾക്ക് എന്തോ ഈ തട്ടിപ്പ് മാത്രമേ പുറത്തു കൊണ്ടുവരാനുള്ളൂ, വേറെ ഒന്നും ഇല്ലയെന്നൊക്കെ ചോദിക്കും. അതൊക്കെ വേറെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാൻ വേണ്ടി ഇവിടെ ഒരുപാട് മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകാരും പത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എനിക്ക് കിട്ടിയ ഒരു വലിയ രഹസ്യമായ വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയതിനുള്ള മറുപടി ലഭിച്ചതിന് പ്രകാരമാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെയോ രണ്ടുപേരോ ഒരാളുടെ പണം ഒരാൾ തട്ടിപ്പ് നടത്തി എന്നുള്ളതിന് പറയുന്നതൊന്നും വലിയ പ്രസക്തിയില്ല. അതൊക്കെ പോലീസും അതിനോടനുബന്ധിച്ച ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെതിരെ എൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്കെതിരെ തിരിഞ്ഞ ചില ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രവർത്തകരെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിലെന്ന് മനസ്സിലായപ്പോഴാണ് 2.5 വർഷക്കാലമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെയും രേഖകൾ എന്ന് വെച്ചാൽ സർക്കാരിൽ നിന്ന് ഉള്ള രേഖകൾ, അതാണല്ലോ നമ്മുടെ കേരളത്തിലും ഇന്ത്യൻ ഭരണഘടനാപരമായിട്ട് നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള രേഖകൾ കളക്ട് ചെയ്യണം. ആ രേഖയിൻ പ്രകാരമേ നമ്മളൊരു കാര്യം പുറത്ത് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെന്നും ഈ രാജ്യത്ത് ഒന്നും നേടാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ രേഖകളും നമ്മുടെ കൈവശം വെച്ചുകൊണ്ട് ഒരു പരാതി കൊടുത്താൽ പോലും ഇന്നത്തെ നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം. സാധാരണ പൗരൻ ഒരു പരാതി കൊടുത്താൽ ആദ്യം ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് അതിന് എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ പരാതി ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പരാതിക്കാരൻ എൻ്റെ കൈവശം ഇന്ന തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ആ തെളിവുകൾ പരിശോധിച്ച് അത് സത്യസന്ധമായ തെളിവുകളാണോ, അതെങ്ങനെ ലഭിച്ചതാണ് എന്നൊക്കെ പരിശോധിച്ച് അതിന് നടപടിയെടുക്കുന്നതാണ് ഒരു യഥാർത്ഥ ഉദ്യോഗസ്ഥൻ്റെ ജോലി. പക്ഷേ ഉദ്യോഗസ്ഥർ ഇന്നത്തെ കാലത്ത് പരാതി ആരുടെ മേലാണെന്ന് ആദ്യം ഒന്ന് വീക്ഷിച്ചിട്ട് ആ പരാതി ആരുടെ മേലാണെന്ന് വീക്ഷിച്ചിട്ട് ആ പരാതി അവരുടെ മേലാകുമ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് ചില താല്പര്യങ്ങളനുസരിച്ച് ആ പരാതി അവിടെ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതിന് കൃത്യമായ അന്വേഷണമൊന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ വലിയ ആളുകളാണെങ്കിൽ അതിൻ്റെ പുറകെയൊക്കെ പോയി അന്വേഷണമൊക്കെ നടത്തി, വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൊക്കെ അതിൻ്റെ പുറകിലൊക്കെ പോയി അവർക്ക് വേണ്ടാത്ത ആളുകളാണെങ്കിൽ അവരെ അങ്ങ് ഇല്ലാതാക്കുക, വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ എടുത്ത് ചട്ടി വെച്ച് അടച്ചു വെക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം 18/2/2026 ഒരു വിവരാവകാശം വെച്ചതിന് മറുപടി ലഭിച്ചതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘടനയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുള്ളവർ, ചീത്ത വിളിക്കാനുള്ളവരൊക്കെ ചീത്ത വിളിക്കാം. പക്ഷെങ്കിൽ ഞാൻ രേഖാമൂലമാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ചീത്ത പറയുന്നവരാണെങ്കിലും തെറ്റാണെന്ന് പറയുന്നവരാണെങ്കിലും സൂക്ഷിച്ചു കണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. സംശയം വല്ലതും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി ചോദിക്കുന്നതുകൊണ്ടും തെറ്റില്ല. പക്ഷെങ്കിൽ ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ കഴിവുള്ളവർ മാത്രമേ ഇങ്ങോട്ട് ചോദ്യവുമായിട്ട് വരാവൂ എന്നുള്ളത് ആദ്യം തന്നെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. കൊല്ലം ജില്ലയിൽ പത്തനാപുരം പ്രവർത്തിച്ചു വരുന്ന ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ ഒരു കള്ളത്തരമാണ് ഞാൻ ഇന്ന് പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ 18/8/2026 വിവരാവകാശത്തിന് കിട്ടിയ മറുപടിയാണ് ഇന്ന് എനിക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം നേടി പ്രവർത്തിച്ചു വന്നിരുന്നു. എന്നാൽ 2025 2-ാം മാസം ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ രേഖ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്ഥാപനത്തിൻ്റെ പേര്, സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ്, സ്ഥാപനത്തിൻ്റെ രജിസ്റ്റർ ചെയ്തതിൻ്റെ നമ്പർ, ആ രജിസ്ട്രേഷൻ നമ്പർ റദ്ദ് ചെയ്ത തീയതി, മാസം, വർഷം ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2025 2-ാം മാസം നിർത്തലാക്കിയ ഗാന്ധി ഭവൻ എന്ന് പറയുന്ന അടൂരിൽ സ്ഥിതി ചെയ്തു വന്നിരുന്ന ഡി അഡിക്ഷൻ സെന്റർ എന്ന് വെച്ചാൽ മദ്യപാനികളെ ചികിത്സിച്ച് ഭേദമാക്കുന്ന പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാന്റ് നൽകുന്നതായിട്ട് എനിക്ക് വിവരാവകാശം ലഭിച്ചത് എന്ന് വെച്ചാൽ 18/2/2026 എൻ്റെ അപേക്ഷയ്ക്ക് 13/3/2026 വരെ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രേഖയിലൂടെ എനിക്ക് അവർ വ്യക്തമാക്കുന്ന കണക്ക്. 13/3/2026. അപ്പോൾ 13/3/2026 ഈ സ്ഥാപനത്തിന് ഗ്രാന്റ് നൽകുന്നതായിട്ടാണ് എനിക്ക് വിവരം ലഭിച്ചത്. അപ്പം നിങ്ങൾ കേട്ടവർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 2025 2-ാം മാസം അംഗീകാരം റദ്ദ് ചെയ്യുകയും ആ സ്ഥാപനം നിർത്തലാക്കിയ സ്ഥാപനത്തിന് ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി നമ്മുടെ ഇന്ത്യൻ സർക്കാരിൻ്റെ പണം
മോഷ്ടിക്കുകയായിരുന്നോ, കക്കുകയായിരുന്നോ, അല്ലോ ഇല്ലാക്കഥകൾ പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് ഈ ഗ്രാൻഡ് വാങ്ങിക്കൊടുക്കുകയായിരുന്നോ എന്നുള്ളത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിന് തീരുമാനിക്കാം. എന്താണെങ്കിലും ഗ്രാൻഡിൻ്റെ ബാക്കി വിവരാശം പോയിട്ടുണ്ട്, അതിന് മറുപടി ലഭിച്ചിട്ടില്ല. അത് വന്നതിന് ശേഷം ആ വീഡിയോ അത് ആ കാര്യവും ഞാൻ പുറത്ത് വിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ മറുപടി അനുസരിച്ച് ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 അങ്ങനെ ഒരു 20ഓളം സ്ഥാപനങ്ങളാണ് കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡ് വാങ്ങി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ചില ആശുപത്രികളുമൊക്കെ ഇതിനകത്തുണ്ട്. 20 അല്ല കേട്ടോ, 20 സോറി, 20, 22, 24, 26, 28, 30ഓളം സ്ഥാപനങ്ങളുണ്ട്. നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ചില ആശുപത്രികളൊക്കെ ഏതോ സേവന പ്രവർത്തനം ചെയ്യുന്നതായിട്ടാണ് നാളിന്ന് വരെ നമ്മൾ അറിഞ്ഞിരുന്നത്. സത്യത്തിൽ ഇത് കൈ കിട്ടിയപ്പോഴാണ് അറിഞ്ഞത് ഇവർ സേവനമല്ല ചെയ്തത്, ഇവർ കൂലിക്ക് ജോലി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് കൊടുക്കുന്നു, ആ ഫണ്ടും സംസ്ഥാന സർക്കാരിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നു, ആ ഫണ്ടും കയ്യിൽ വാങ്ങിയിട്ട് ട്രസ്റ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ ഒരു ബോർഡ് വെച്ചിട്ട് നടത്തി വരുന്ന ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കച്ചവടക്കാരാണെന്ന് വേണം പറയാൻ. കാരണം ഇവർ ചെയ്യുന്ന ജോലിക്ക് ഇവർ സർക്കാരിൽ നിന്നും ഗ്രാൻഡെന്നും സാമൂഹ്യനീതി വകുപ്പിൻ്റെ അവിടെ അവകാശം വെക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഗ്രാൻഡ്, വേറൊരു വിഭാഗമുണ്ട് KSSM എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന് അത് വെച്ചാൽ അവിടുന്ന് കിട്ടുന്ന ഫണ്ട്, വേറെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. ഇനി നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്തെല്ലാം രീതിയുണ്ട്, എന്തെല്ലാം സെക്ഷനുകളുണ്ട്, നമുക്കറിയാത്ത കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പഠിച്ച് അതൊന്ന് അന്വേഷിച്ച് നോക്കി. ഇതിലെല്ലാം ഗ്രാൻഡ് വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ വലിയ സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആരാധ്യനായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നമ്മളെപ്പോലുള്ളവർ എത്രയോ പേര് അനാഥാലയങ്ങളും ഓൾഡ് ഏജ് ഹോമുകളും ബെഗർ ഹോമുകളും ഒക്കെ മറ്റുള്ളവരുടെ അടുത്ത് പോയി ഇരുന്ന് വാങ്ങിക്കുമ്പോഴും ചില രാഷ്ട്രീയത്തിനോട് താല്പര്യമുള്ള ചില ആളുകൾ പറയും. എന്താണ് അവർ പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭാവന വാങ്ങിച്ച് നടത്താൻ ആർക്കാ പറ്റാത്തത്? സംഭാവനയൊക്കെ വാങ്ങിച്ച് പൊതുജനങ്ങളുടെ നിന്ന് പോയി സംഭാവന വാങ്ങിച്ച് ഇന്ന് രാത്രിയിലേക്ക് അവർക്ക് കഞ്ഞി കൊടുക്കാനുള്ള വക എവിടുന്നാണെന്ന് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പാടുപെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. കടം വാങ്ങി ഓരോ ദിവസത്തെ ആഹാരം 10-30 പേർക്ക് കൊടുത്ത് സംരക്ഷിച്ചു വരുന്ന സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ വെള്ളപ്പൊക്ക ദുരിതമുണ്ടായി, 2010 ദുരിതമുണ്ടായ സമയത്ത് സാധനം വാങ്ങാൻ നമ്മുടെ സ്ഥാപനം വിട്ട് പുറത്തു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ സാധനം ആരെത്തിച്ചു തരും? നമ്മൾ വളരെ മോശമായ സാഹചര്യത്തിലൊക്കെ കഷ്ടപ്പെട്ടൊക്കെ നമ്മളൊക്കെ സ്ഥാപനം നടത്തിയവരാണ്. അതിനുശേഷവും കോവിഡ് വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടി ആരിൽ നിന്നും പണം വാങ്ങിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന സമയത്തും ചില രാഷ്ട്രീയ മുതലാളിമാർ ഈ വലിയ സംഘടനകളെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇവർ 1 കോടി 2 കോടി 3 കോടി രൂപ സർക്കാരിൽ നിന്ന് വർഷാവർഷം ഗ്രാൻഡ് വാങ്ങി ബാങ്കിലിടുകയും അവർക്ക് അങ്ങനെയാണ് ഇവർ സ്ഥാപനങ്ങൾ നടത്തുന്നത്. നമ്മളെ പോലുള്ള ചിലർ നടത്തുന്നത് ഒരു സേവന പ്രവർത്തനമായിട്ടാണ് നടത്തുന്നത്. ഈ ലോകത്ത് ജീവിച്ച് നമ്മൾ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു. ഈ ജീവിക്കുന്ന കാലത്ത് നമ്മളാൽ താഴെ തട്ടിലുള്ള പാവങ്ങളായിട്ടുള്ള, കണ്ണു കാണാത്തവരായിട്ടുള്ള, ചെവി കേൾക്കാത്തവരായിട്ടുള്ള, നടക്കാൻ കഴിയാത്തവരായിട്ടുള്ള ആളുകളെ മറ്റാരും സംരക്ഷിക്കാനില്ലാത്ത ഒരവസരത്തിൽ നമ്മൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുമ്പോൾ നമ്മൾ ഒരാളെടുത്ത് പോയി ഒരു ചെറിയ സംഭാവന വല്ലതും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സർക്കാർ തരുന്നില്ലേ, നിങ്ങൾക്ക് ആ മുതലാളി തരുന്നില്ലേ, നിങ്ങൾക്ക് ഈ മുതലാളി തരുന്നില്ലേ, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇത്ര തരുന്നില്ലേ, നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് ഇത്ര ഫണ്ട് വരുന്നില്ല, നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഇത്ര ഫണ്ട് വരുന്നില്ലേ, വെളിനാട്ടിൽ നിന്ന് ഇത്ര കോടി വരുന്നില്ലേ എന്ന് ചോദിച്ച് ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള ഓരോ പത്തനംതിട്ടയിലുള്ള രാഷ്ട്രീയ മുതലാളിമാരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിരൽ ചൂണ്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്നവർ, എന്നെ ആക്ഷേപിച്ചിട്ടുള്ളവരെയും എന്നെ പോലെ കൃത്യമായി സാമൂഹ്യ പ്രവർത്തനം സേവന രീതിയിൽ ചെയ്തിട്ടുള്ളവരെയും കളിയാക്കിയവരെയും അവരെ ഈ നല്ല രീതിയിൽ സേവനം നടത്തുന്നവരെ പടുകുഴിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചവരെയും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. ഏറ്റവും വലിയ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പേര് വാങ്ങി നടത്തുന്ന അവാർഡുകൾക്കും അവർ വാങ്ങിയിട്ടുള്ള പേരുകൾക്കും ഈ ഒരൊറ്റ ഇത് നിങ്ങൾ ചോദ്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ചോദിക്കാൻ? കേന്ദ്ര സർക്കാരിൽ നിന്നും നിങ്ങൾ ഇല്ലാത്ത സ്ഥാപനത്തിന് ഫണ്ട് വാങ്ങിയത് എന്തിനെന്ന് ചോദിക്കാൻ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു മനുഷ്യർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ചോദിക്കൂ. നിങ്ങൾ ഇല്ലാത്ത സ്ഥാപനം, പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ പ്രവർത്തിച്ചു വന്ന ഡി എഡിഷൻ സെന്ററിനേക്ക് ഇല്ലാത്ത സ്ഥാപനത്തിൽ നിങ്ങൾ ഫണ്ട് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക. എനിക്കും അതറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ട് നിന്റെ കമൻറ്റ് രീതിയിലോ ഇനി എൻ്റെ ഫോണിൽ വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാം. ഞാനതൊക്കെ അങ്ങോട്ട് സഹിച്ചോളാം. എന്താണെങ്കിലും ഇതെല്ലാം ഒരു ദിവസം ഇതിന് ഫണ്ട് അനുവദിച്ചവരും ഫണ്ട് കൊടുത്തവരും ഫണ്ട് അനുവദിച്ചവർ കുഴപ്പക്കാരല്ല. കാരണം ഫണ്ട്
സ്ഥാപനമുള്ളപ്പോഴാണ്. ഒരു സ്ഥാപനം തുടങ്ങി 3 വർഷം കൃത്യമായി പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആ 3 വർഷത്തിന് ശേഷമാണ് ഓരോ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുക. അതാണ് നിയമം. അപ്പോൾ ഇത് ആദ്യം അനുവദിച്ച ആളുകൾ ഇതിനകത്ത് കുഴപ്പക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് 3 വർഷം പ്രവർത്തിച്ച് പരിചയമുണ്ട്, അതിന് ഫണ്ട് അനുവദിച്ച് കാണാം. പക്ഷേ ആ സ്ഥാപനം നിർത്തലാക്കിയിട്ടും അതിന് ഫണ്ട് അനുവദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫണ്ട് അനുവദിച്ച ഉദ്യോഗസ്ഥരും ഈ ഫണ്ട് വാങ്ങിയിട്ടുള്ളവരും സമാധാനം പറഞ്ഞേ മതിയാകൂ. ഇനി ഇവരുടെ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നവരും സമാധാനം പറഞ്ഞേ പറ്റൂ. ഏതായാലും ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഇതിൻ്റെ അല്പം കൂടി മറുപടി വരാനുണ്ട്. എത്ര രൂപ ഫണ്ടാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത വീഡിയോയും കാണുവാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.